വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളെ വനത്തിന് പുറത്ത് പുനരധിവസിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വയം സന്നദ്ധ പുനരധിവാസം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെയും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നടപ്പിലാക്കുന്ന ഈ മാറ്റിപ്പാർപ്പിക്കൽ 2012 മുതൽ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. പുറത്തേക്ക് മാറാൻ തയ്യാറാകുന്നവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസ സഹായവും നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം, വിദ്യാഭ്യാസ, ആരോഗ്യ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കാരണമായി സർക്കാർ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെങ്കിലും വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ താമസിക്കുന്ന പല ആദിവാസി കുടുംബങ്ങളും ഈ പുനരധിവാസ പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധരല്ല. കാട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ആദിവാസികൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും പദ്ധതിയോടുള്ള എതിർപ്പ് ശക്തമാക്കുകയാണ്. മുൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുറിച്യാട് എന്ന വനഗ്രാമത്തിൽ തലമുറകളായി താമസിക്കുന്ന കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കുടുംബങ്ങളാണ് പദ്ധതിയോട് തീർത്തും നിസ്സഹകരിക്കുന്നത്. വനത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമില്ലെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ഇഷ്ടക്കുറവാണ് പോകാൻ. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ നല്ല സുഖമാണ് ജീവിക്കാൻ, ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. പിന്നെ പോകാൻ താല്പര്യമില്ലെന്നാണ് നമ്മൾ ഇവിടെ തീരുമാനം എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഇവിടുത്തെ സുഖം ഞങ്ങൾക്ക് പുറത്തുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടൂല. പക്ഷേ എല്ലാ കാര്യത്തിനും നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല, വിറകിന് ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശപ്പുണ്ടാവില്ല. ടൗണിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരും. ടൗണിലേക്ക് ഞാൻ പോവാം, ടൗണിലൊരു കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് വരുമ്പോൾ നമുക്ക് ടൗണിൽ നിൽക്കുന്നതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ കള്ളുകൂടിയൊക്കെ ഇപ്പം ഇവിടെ അങ്ങനെ ആരുമില്ല. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഈ വിഷു ആ ദിവസങ്ങളൊക്കെ ടൗണിൽ പോയിട്ട് വരുമ്പോൾ ലേശ ഇതായിട്ട് വരുന്നല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവിടെ കുറച്ച് കുടിക്കുന്നവർക്ക് അവിടെ പോയി അടുത്തൊക്കെ കിട്ടുന്നല്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ അതിനോടുള്ള അടുപ്പം അവർ കാണിച്ചിട്ടുണ്ടാവും. ഭൂമി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഭൂമിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സുഖം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒരാഴ്ച പണിയെടുത്താലും ഒരാഴ്ച പണിയെടുത്തില്ലെങ്കിലും നമുക്ക് അന്നത്തെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്ത ഒന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനത്തെ രോഗങ്ങൾ കൂടുതൽ വല്ലതും അങ്ങനെ വരില്ല. നമ്മൾ പിന്നെ രോഗത്തിന് നമ്മൾ ഈ പുറത്ത് പോയി പെട്ടലാണ് നമുക്ക് ഈ രോഗം ബാധിക്കുക. ഈ കോവിഡ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇവിടെ രോഗമില്ല. നമ്മളെച്ചാൽ ഞങ്ങൾ ആ കോവിഡ് വന്നപ്പോൾ ശേഷം ഞങ്ങൾ ഇവിടെ ഒതുങ്ങി. പിന്നീട് നമ്മൾ അറിയാണ്ട് അതൊരു വിഷയമില്ലെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരു ദേഹത്തുള്ള ഇത് അറിയില്ല നമ്മൾ. അപ്പം അങ്ങനെ പോയി നമുക്ക് അത് വരുന്നതാണ്. ആനക്കടവ് അങ്ങനെ ശല്യമൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പുറത്തുകൂടെ അങ്ങനെ പോവും, അല്ലാണ്ട് ഞങ്ങളുടെ ഉപദ്രവിക്കാനോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ മുന്നേ പിന്നെ ആ കാട്ടിൻ്റെ അവിടെ പോയപ്പോൾ മാത്രം ഒരു കടുവ ഒരാളെ പിടിച്ച്, അല്ലാണ്ട് ആനേനെ ഇതായിട്ടുള്ള ഒരു ശല്യമില്ല. പിന്നെ ഇവിടുന്ന് പോയി പുറത്ത് ഒരാളിങ്ങനെ പണിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ അവിടുന്ന് ഒരു ആന കൊന്നതായിട്ടുള്ള ഒരു സംഭവം ഇവിടുത്തെ ആളെ തന്നെ കൊന്നതാ, ഒരു വാച്ചറായിട്ട് നിന്ന ആള്. അല്ലാണ്ട് ഇവിടുന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒക്കെ കാണും. പക്ഷെ അത് നമ്മളെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ അതിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ അത് നമ്മളെ ഉപദ്രവിക്കില്ല. ഈ സോഡക്കുപ്പി പോലത്തെ ബീർ എന്തോ കുപ്പി അതിങ്ങനെ കെട്ടിയിട്ട് ചിലപ്പോൾ അതിങ്ങനെ അത് വരുന്നൊരു സൂചന അത് തരും. അങ്ങനെ തട്ടി അപ്പം ഞങ്ങൾ പോയിട്ട് ഇതാക്കുമ്പോൾ അത് പോവും. മൃഗമുണ്ട്, മൃഗങ്ങൾ ഇല്ലയെന്നല്ല, മൃഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമുക്കായിട്ട് വലിയ ശല്യമില്ല. പിന്നെ നമ്മൾ എന്തായാലും ഒരു വികൃതികേട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നടന്ന സാധനത്തിനെ വന്ന് ആക്രമണം ചെയ്യും. അല്ലാണ്ട് അങ്ങനെ വന്ന് അതിൻ്റെ ഇഷ്ടപരികത്തിൽ വന്ന് ഇവിടെ ആക്രമണങ്ങൾ ചെയ്യുന്നില്ല. ആന വന്നു കഴിഞ്ഞാൽ മറ്റേ കൃഷിനെ അങ്ങനെ നഷ്ടപ്പെടുത്തില്ല. നഷ്ടപ്പെടുത്തിയാൽ തന്നെ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ അതിന് കിട്ടുക. ഇവിടെ ഇപ്പോൾ ഒരു കണ്ട നമുക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം മൃഗങ്ങളോടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മളെ
അത് വന്ന് തിന്നുന്ന സാധനത്ത് തിന്നിട്ട് പോവുകയുള്ളൂ. അല്ലാണ്ട് മതിൽ കെട്ടിയാലും അത് വരും. ഇപ്പൊ ട്രെഞ്ച് ഇതാക്കിയാലും വരുന്നുണ്ട്. ഇപ്പൊ ഈ ചതലത്ത് തന്നെ എത്രയോ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റേ വടക്കനാട് അതുപോലെ തന്നെ ഈ പറമ്പിലൂടെ ഒക്കെ വന്നിട്ട് ആന ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ പേടിയുണ്ട്. പക്ഷെ എന്നാലും അതിനോടുള്ളൊരു എന്താ എന്താ പറയാ, ഒരു കരുണ പോലെയാണ് ഞങ്ങളുടെ മനസ്സിൽ. പക്ഷെ അതിന് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു ഇതാണ് ആന, കടുവ. മൊത്തം 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ എടുത്തിൽ ഞങ്ങൾ സ്ഥലം എടുത്തു. അത് 7.5 ലക്ഷം രൂപയാണ് സ്ഥലത്തിന് വില വന്നത്. വീട് വെച്ചിട്ടില്ല. വീടിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോകണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഇവിടുത്തെ സാഹചര്യം നമുക്ക് പോകാൻ താല്പര്യമില്ല. ഇതിൽ കുറച്ച് പേരെ പോകാനുള്ള താല്പര്യമുള്ളൂ. കുറച്ച് ആൾക്കാർ പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണ് ഇവിടെ ഇത് നിൽക്കുന്നത്. ഇപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ഇങ്ങനെ തേനെടുക്കുന്ന സീസൺ ആകുമ്പോൾ തേനിന് പോവും. പിന്നെ അല്ലാത്ത സമയത്ത് ഈ പാണ്ടവേര്, പിന്നെ ഈ പൂപ്പലില്ലേ, മരത്തിൽ നിന്ന് കിട്ടുന്ന പൂപ്പൽ, അതൊക്കെ ശേഖരിച്ച് സൊസൈറ്റിയിൽ കൊടുക്കുക ചെയ്യാം. കന്നുകാലികൾ ഇപ്പോൾ ഒരു 10-15 ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ്. പാല് പുറത്ത് കൊടുക്കൂല. ഈ സ്വന്തം ആവശ്യത്തിന് ഈ പിള്ളേർക്കൊക്കെ കറന്നെടുക്കുക ചെയ്യാം. പശുവിനൊക്കെ വിൽക്കും. അവർ വന്ന് കച്ചവടം ചെയ്യാൻ വരില്ല. അപ്പം അവർക്ക് നമ്മുടെ വില അനുസരിച്ച് കൊടുക്കും. വില നോക്കിയാൽ ഞങ്ങൾ അങ്ങ് വിൽക്കും. ചിലപ്പോൾ പശുവിനെ കൊടുത്ത് പോത്ത് വാങ്ങും, അല്ലെങ്കിൽ പോത്ത് കൊടുത്ത് പശുവിനെ വാങ്ങും. അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒഴിഞ്ഞുപോക്കിൻ്റെ രേഖ കൂടി ഫുള്ളായിട്ട് അവരെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു തീരുമാനം ഇല്ലാണ്ട് നമ്മൾ മേടിച്ച് കൈവശം വെച്ചിട്ട് കാര്യമില്ലല്ലോ. വനം വകുപ്പാണ് ഈ റീലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പുനരധിവാസം, സ്വയം സന്നദ്ധ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. വനം വകുപ്പ് 10-12 കാലഘട്ടത്തിൽ ഇത് കൊണ്ടുവരികയും ഈ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കുന്ന ചെറിയ ചെറിയ കുടുംബങ്ങളുണ്ട്. ഈ വയനാടൻ ചെട്ടി സമുദായ അംഗങ്ങളും അതുപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്ക വിഭാഗം, അതേ പണിയ സമുദായക്കാരും ആണ് കൂടുതലും ഞങ്ങളുടെ നാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നത്. അമ്മോയിൽ, കുറിച്ചാട്, കോളൂർ 3 ഉന്നതികളാണ്, 3 പോക്കറ്റുകളാണുള്ളത്. അത് 11, 12, 13 കാലഘട്ടത്തിൽ അവിടെയുള്ള എല്ലാവരെയും 10 ലക്ഷം, അന്ന് 10 ലക്ഷമാണ് സർക്കാർ കൊടുത്തത്. 10 ലക്ഷം വാങ്ങിക്കൊണ്ട് അവരെല്ലാവരും പുറത്തു പോയി സ്ഥലം കാണുകയും അവരെ വനത്തിനുള്ളിൽ നിന്ന് മാറി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കുറിച്ചാടുകാർ പോരാത്തതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തം കാരണം വെച്ചാൽ അവർ കാട്ടുന്ന നല്ല വനവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരിവിടത്തെ കാട്ടിയും ഞങ്ങൾ ജീവിക്കുന്നതിനെ കാട്ടി നന്നായി അവർ ജീവിച്ചു പോകുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, പശുവുണ്ട്, അതുപോലെ പോത്തുണ്ട്, ആടുണ്ട്. തേൻ നല്ല എമൗണ്ടിന് തേൻ കൊടുക്കാം. അതവർ പഠിച്ച് സ്റ്റോക്ക് ചെയ്യും. ഇപ്പോൾ കർക്കിടക മാസം മഴക്കാലം ആകുമ്പോഴാണ് തേൻ എടുക്കാൻ പോവുക. തേൻ എടുക്കാൻ പോയിട്ട് ഇങ്ങനെ കൊണ്ട് വീട്ടിൽ വയ്ക്കും. എന്നിട്ട് പിന്നെ സൊസൈറ്റികൾ കൊടുക്കും. സൊസൈറ്റി കൊടുക്കുമ്പോൾ നല്ല എമൗണ്ട് ഒന്നിച്ച് കിട്ടും. ഇപ്പോൾ 600, 700, 800 രൂപ വിലയുണ്ട്. ഇപ്പോൾ ഒരു കുപ്പി 700 ഇവർക്ക് കിട്ടും. അവർക്ക് അവിടെ ഉള്ളവർക്ക് ഒരാളുടെ 1 രൂപ ആരുടെയും വേണ്ട. അവർക്ക് കള്ളത്തരല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ പറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾ ലോൺ എടുത്തു. 27 രൂപ ലോൺ എടുത്തപ്പോൾ ലാസ്റ്റ് 600 രൂപ വെച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് 600 രൂപ വെച്ച് 27 രൂപയുടെ കാശ് 600 രൂപ വെച്ച് അടച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാം. നമുക്ക് വരുമാനം എന്തായാലും വേണ്ട. നമ്മൾ അറിയാണ്ട് എടുത്തു കുടിക്കും പോയതാ. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഗോളൂർ, അമ്മവയൽ എന്നീ വനഗ്രാമങ്ങളിൽ നിന്നും പുനരധിവസിപ്പിക്കപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ നൂൽപ്പുഴ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്നാൽ വനത്തിൽ നിന്നും പുറത്തു വരേണ്ടി വന്നതിന്റെ പലതരം പ്രതിസന്ധികളിലാണ് ഇന്ന് ഇവരുടെ ജീവിതം. ചേച്ചിമാരത് 2 ചേച്ചിമാരാ. അവിടെ ഇരിക്കുമ്പോ ഇത് കഷ്ടപ്പാട് ഇല്ലായിരുന്നു. അവിടത്തെ കഷ്ടപ്പാട് ഇല്ലായിരുന്നു. കാട്ടിലായാൽ നല്ല ജീവിതമായിരുന്നു. കാട്ടിലായാലും നമുക്ക് പലാത് കിട്ടും, താള് മറ്റേത് അതൊക്കെ കിട്ടുമായിരുന്നു. ഇവിടെ വന്നിട്ട് വെള്ളത്തിന് സൗകര്യമില്ല. അവിടെ ആണെങ്കിൽ വെള്ളം അടുത്തായിരുന്നു, വിറകിന് സമയമില്ല, എല്ലാത്തിനും സുഖമായിരുന്നു. ഇവിടെ വന്നപ്പോൾ സൂക്കേട് കൂടുതലാണ്. ഇവിടെ എന്നും സൂക്കേടാ. ഇന്നില്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇവിടെ ആയി. അങ്ങനെയാണ്. ഇവിടെ വെള്ളം ഭയങ്കര പാടാ. താഴെ പോണ ആ കൊല്ലില് ഈ റോഡ് സൈഡ് കിണർ ആ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന്. അതിൽ ഫണ്ട് കുറവാണ്, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞേ. അവിടെ പിന്നെ അങ്ങനെയല്ല, അമ്മവയല് നല്ല സുഖമായിരുന്നു.
റോട്ടിലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ താള് വെള്ളം എല്ലാ സൗകര്യമായിരുന്നു. പക്ഷെ വെറുതെ ഇവിടെ കൊണ്ട് കുടിക്കിട്ടു. ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താക്കന്മാര് അവിടെ എന്ന് പറഞ്ഞ കുടിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഇവരങ്ങനെ പറഞ്ഞപ്പോ ഇവര് കുടിയല്ലേ, ഇവിടെ വന്നിട്ട് ഭർത്താക്കന്മാര് ആർക്കും ഇല്ല, എല്ലാം പോയി. അപ്പൊ അവരും കൊണ്ടല്ല അവര് വർത്തനം പറഞ്ഞിട്ട് പേരെയൊക്കെ പൊളിച്ച് കളഞ്ഞില്ലേ, പിന്നെ എവിടെ താമസിക്കും? അങ്ങനെ ആയിട്ടാ ഇങ്ങോട്ട് വന്നേ. പിന്നെ പൈസയും കിട്ടുന്നതല്ലേ. അപ്പൊ പൈസ കിട്ടിയപ്പോ ഇവരൊക്കെ കുടിച്ച് തീർത്തു. അങ്ങനെ ആടുണ്ടായിരുന്നു, പോത്തുണ്ടായിരുന്നു, പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് വളർത്തി ഇങ്ങനെ ജീവിക്കായിരുന്നു. കാട്ടുകിഴങ്ങ് കുത്തി പാടവേരി എന്ന് പറയുന്ന കേൾക്കുന്നുണ്ടോ, അതൊക്കെ കിളച്ച് വിറ്റ് അങ്ങനെ ജീവിക്കായിരുന്നു. പണത്തിന് ഒരു കുറവില്ലായിരുന്നു, എല്ലാത്തിനും സുഖമായിരുന്നു. ഇവിടെയാണ് വന്നിട്ട് ഈ കഷ്ടപ്പാട്. പണിയെടുത്താലും ഉണ്ടാവില്ല, പണി ഇല്ലെങ്കിലും ഇതാണ്. ഇന്ന് ഉപ്പുണ്ടോ മുളകില്ല, അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇവിടെ. ആദിവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അനീതികൾ പരിഹരിക്കുന്നതിനായി 2006 നിലവിൽ വന്ന വനാവകാശ നിയമത്തിന്റെ അട്ടിമറി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉടനീളം കാണാൻ കഴിയും. ഈ വോളണ്ടറി റിലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഭാഗത്തും നടക്കുന്ന അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനാരിയോ ആണെന്നിരിക്കെ കൂടി വയനാട്ടിൽ അത് കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈഡ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 2016-17 കാലഘട്ടത്തിലൊക്കെ നമ്മൾ വേറൊരു പാട് ഇൻട്രാക്ഷൻ നടക്കുമ്പോഴും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെയുള്ള ചർച്ചകളിലാണ് ഇത്തരത്തിലുള്ള റിലൊക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഡിസ്കഷൻ നടക്കുന്നതും അത്തരം ഊരുകൾ സന്ദർശിക്കാൻ പറ്റിയതും എന്താണ് ഒരു പ്രോസസ്സ് നടന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. അതിൽ മനസ്സിലായുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രാമസഭകളിൽ പ്രാഥമികമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഫോറസ്റ്റ് റൈറ്റ്സിൻ്റെ ഒരു ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഗ്രാമസഭകൾ വയനാട്ടിൽ നടന്നത് വളരെ കുറച്ചുള്ള മാത്രമാണ്. അപ്പം ഈ ഒരു റീലൊക്കേഷൻ പ്രോസസ്സിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൂട്ടിയിട്ടുള്ള ചില ഗ്രാമസഭകളാണ് നടന്നിട്ടുള്ളത്. അതൊന്ന്. രണ്ട്, അതിൽ ഈ SDLC ആയും DLC ആയാലും ഒക്കെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട്. അതൊന്നും കൃത്യമായിട്ട് പാലിക്കാതെയാണ് നടക്കുന്നത്. ഫണ്ടമെന്റലി ഇൻഫോംഡ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് റീലൊക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. ഈ CFR റൈറ്റ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് റൈറ്റ്സിൻ്റെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ചർച്ചകൾ ഗ്രാമസഭകളിൽ നടന്നിട്ടില്ല. വയനാടിൻ്റെ മൊത്തം രീതി പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ പൊതുവേ അതൊരു മോശം സിനാരിയോ ആണ്, വയനാട്ടിൽ പ്രത്യേകിച്ച് മോശമാണ്. ഇതിൽ ഒരു കമ്മ്യൂണിറ്റി കാട്ടുനായ്ക്കരാണ് പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അപ്പം PVTGസിൻ്റെ പ്രത്യേക റൈറ്റുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവകാശം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്ത്യയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതേസമയം PVTGസിനെ അല്ലെങ്കിൽ കാട്ടുനായ്ക്കർ PVTGസിൽ പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ PVTGസിന്റെ ഗൈഡ് ലൈൻസ് ഈ അടുത്തായിട്ട് മോട്ട പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഗ്രാമസഭാ മീറ്റിങ്ങുകൾ കൂടി നടക്കാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണത് സാധിക്കുക എന്നുള്ളതാണ്. ഒന്ന്, വയനാട്ടിൽ നടക്കുന്ന ഒരു റിലൊക്കേഷനാണ് നമുക്ക് പരിചിതം. പക്ഷെ ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു വോളണ്ടറി റിലൊക്കേഷൻ എന്നുള്ള പേരിൽ എസ്പെഷ്യലി ടൈഗർ റിസർവിൽ നിന്ന് ഒരുപാട് റിലൊക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള നാഗർഹോളയിൽ ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന സംഘർഷമാണ്. ഒരു ട്രൈബൽ ഗ്രാമസഭകൾ അതിനെതിരെ പലതവണ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് റീലൊക്കേഷനെതിരെ. പക്ഷെ അത് ടൈഗർ റിസർവിൽ മാത്രം നിൽക്കുന്നല്ല, ടൈഗർ ബിയറിംഗ് ഫോറസ്റ്റ് എന്നുള്ളതാണ്. അതായത് എവിടെയാണോ കടുവകളുള്ളത് അത്തരം ഫോറസ്റ്റ് ഏരിയകളിലെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റിൽ തന്നെയാണ് NTSAയുടെ ഗൈഡ് ലൈൻ തന്നെ നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ വന്നിട്ട് ഇപ്പൊ കടയിലൊന്നും പോയി ചെന്നാൽ മതി, അവിടെ കിട്ടും. നമുക്ക് പൈസ ഉണ്ടോ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. ഒരു 5ന്റെ പൈസ കട ഇതിലൊന്നും തരില്ല. നമുക്ക് അന്ന് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങി തരാം, അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടെങ്കിൽ കറിക്കൊന്നും ഇല്ലെങ്കിൽ വെറും കഞ്ഞി കുടിച്ചോളണം. അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ ജീവിതം. കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, കൂലിപ്പണിക്ക് പോയിട്ട് എന്താ 400 പൈസ കിട്ടും. 400 രൂപ കൊടുക്കുന്ന 400 വഴി പോകും. അതാണ് അവിടെ 10 രൂപേൻ്റെ ഒരു വില ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും. വരും തലമുറകൾക്ക് ഇപ്പോഴും ആ പഴയ സമ്പ്രദായത്തിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ?
അവർ പുതിയ കാലഘട്ടം മാറുന്നതനുസരിച്ച് അവരും മാറണ്ടേ, അവരുടെ കുട്ടികൾക്ക് പഠിക്കണ്ടേ, അവരുടെ കുട്ടികൾക്ക് ജോലി വേണ്ടേ. ഇങ്ങനെ നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പുറത്ത് ജോലി ചെയ്ത് അവർക്ക് ഇപ്പോൾ ഇവിടെ തന്നെ അവർക്ക് മേടിച്ച സ്ഥലത്ത് വീട് വെച്ചുകൊണ്ട് ഇവർക്ക് ഇവിടെ ജോലിക്ക് പോയി കൂടെ? ജോലിക്ക് പോകണം, പുറംലോകമായിട്ട് ബന്ധപ്പെട്ട് പോകണം. എന്ന് കാട്ടിൽ താമസിച്ച് കാട്ടുവാസിയായിട്ട് മാത്രം ജീവിച്ചാൽ മതിയോ? ഞാൻ 5 വർഷക്കാലം അവരോട് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഈ പഴയ തലമുറക്കാർ ഇവിടെ നിൽക്ക്, പുതിയ പിള്ളേർ പുറത്ത് വന്ന് ജീവിക്കട്ടെ, ജോലിക്ക് പോട്ടെ, പഠിക്കട്ടെ. ഇവിടെ എന്താ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെന്താ ഇവിടെ ഞങ്ങൾക്കൊന്ന് താമസിക്കാൻ ഒരു ഇതില്ല, ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന സുഖമൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോവും, പിന്നെ കാപ്പി പറിക്കാനൊക്കെ പോവും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം തൊഴിലുറപ്പാണ് മുഖ്യം ഇവിടെ എല്ലാവരും. എൻ്റെ പ്രായമുള്ളവർ എല്ലാവരും അങ്ങനെ തന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള ആഗ്രഹങ്ങളാണ് കൂടുതലും. ഞങ്ങൾക്ക് കൂടുതൽ എന്തോ ഒരു സങ്കടം ഞങ്ങളെ അവിടെ നിന്ന് വിട്ടു വന്ന അതാണ്. അവിടെ എന്താ പ്രദേശമൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾക്ക് നല്ലതായിരുന്നു അവിടെയൊക്കെ. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഭയങ്കര ഒരു അടിഞ്ഞ് പിടിച്ച ജീവിതമാണ് ഞങ്ങൾക്ക് ഇവിടെ. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, ഒരു പിന്നെ ഇങ്ങനെ മനുഷ്യന്മാരുടെ ശല്യം ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പം പിന്നെ എന്താ മൃഗങ്ങളെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അവിടെ ആണെങ്കിൽ ആനൻ്റെ സൗണ്ട്, കുറേ മൃഗങ്ങളെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പം അങ്ങനെയാണ്. വന്യത എന്നത് മനുഷ്യരില്ലാത്ത മേഖലകളായിരിക്കണമെന്ന വനസംരക്ഷണ മേഖലകളെക്കുറിച്ചുള്ള വളരെ പഴയ സങ്കല്പം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതി അത്തരം ചോദ്യങ്ങൾ പരിഗണിക്കുന്നതേയില്ല. ആദിവാസികളുടെ സ്വയം നിർണയാവകാശത്തെ മറികടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയായി ഇത് മാറുന്നു. ലോകത്തെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ഒരു വന്യതാ സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ മനുഷ്യരെ പുറത്താക്കുക, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിനെയാണ് അത് പ്രാഥമികമായിട്ട് ബാധിച്ചിട്ടുള്ളത് എല്ലാ സമയത്തും. അതിൻ്റെ അന്നത്തെ ഒരു പേര് ഒരു വന്യതാ സങ്കല്പം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വിൽഡർനെസ് ക്രിയേഷൻ ആണെങ്കിൽ, ഇന്ന് അത് ഒരു ക്രിയേഷൻ ഓഫ് ഇൻവയലേറ്റ് ഏരിയാസ് എന്നുള്ളതാണ് NTSCയുടെ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഡ്രാഫ്റ്റുകളിലും ഗൈഡ് ലൈനുകളിലും അവർ പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ NTCA 2008 ഗൈഡ് ലൈൻ പരിശോധിക്കുന്ന സമയത്ത് അതൊരു ടൈഗർ കൺസർവേഷൻ ആണെന്ന് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ കൂടി അത് ഒന്ന് കോർ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്, വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്നുള്ള ഈ പ്രത്യേക 3 തരം ഏരിയകളിൽ നിന്നും എങ്ങനെയാണ് ആളുകളെ റീലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 2008 ശേഷം വന്നിട്ടുള്ള വോളണ്ടറി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സന്നദ്ധ കുടിയിറക്കം എന്ന് പറയാവുന്ന വോളണ്ടറി റീലൊക്കേഷൻ ഒക്കെ തന്നെ ഈ NTCയുടെ ഗൈഡ് ലൈനെ പിൻപറ്റി വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു വശത്ത് MOF മുന്നോട്ട് വയ്ക്കുന്ന കോഎക്സിസ്റ്റൻസിൽ വിരുദ്ധമായിട്ടുള്ള ചില പദ്ധതികൾ അല്ലെങ്കിൽ വിൽഡർനെസ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ഐഡിയാസ് ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചില ഐഡിയ ആണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ കൊളോണിയൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ട്രൈബൽ അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ പോസ്റ്റ് കൊളോണിയൽ സ്വഭാവമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പോൾ അതിൻ്റെ 2 തരത്തിൻ്റെയും ഈ പദ്ധതികളുടെ വിഭാവനത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഫണ്ടമെന്റലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം വയനാട് മാനേജ്മെന്റ് പ്ലാൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയൊക്കെ മാനേജ്മെന്റ് പ്ലാനിൻ്റെ ആദ്യകാല റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു ഇൻവയലറ്റ് ഏരിയയുടെ ചില റെഫറൻസുകൾ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കലിൻ്റെയൊക്കെ റെഫറൻസുകൾ ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയനെ വിഭാവനം ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യുന്നത് തന്നെ മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വനസംരക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു വന്യജീവി സംഘർഷം എന്നുള്ളതാണല്ലോ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, എസ്പെഷ്യലി വയനാട്ടിൻ്റെ കേസിൽ. പക്ഷെ നമ്മളിപ്പോൾ ഈ മാറ്റി പാർപ്പിച്ച സ്ഥലങ്ങളിൽ ആദിവാസികളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു കോമൺ പാക്കേജാണ്, അതിൽ ആദിവാസികളും അല്ലാത്തവരും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിവാസികൾ എത്രത്തോളം പേര് ഞങ്ങൾ പുറത്തു വന്നത് ഇത്ര വലിയൊരു വന്യജീവി സംഘർഷം കൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ്. പല ആളുകളും പറയും ഞങ്ങളുടെ ഏരിയയിലായിരുന്നില്ല വന്യജീവി സംഘർഷം എന്ന് പറയുന്നവരാണ്. അത് പുറത്ത് വന്നവരും പുറത്ത് വരാത്തവരും ഒക്കെ പറയുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾ എത്ര കൊല്ലം അവിടെ നിന്നു, പണ്ട് തൊട്ട് ഞങ്ങളെ ഏജ് വരുന്നവർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കുഴപ്പം വന്നിട്ടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങൾ കാട്ടുകൂടെ പോയി ഇങ്ങോട്ട് വടക്കനാട്ടിലൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നു.
വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെണ്ണുങ്ങളായിട്ട് ആണുങ്ങളില്ലാത്ത സമയത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിലൊക്കെ ബത്തേരിക്കാണെങ്കിലും ഒക്കെ അങ്ങനെ വന്നു. പ്രൊമോട്ടർമാരുണ്ടായിരുന്നല്ലോ, നമ്മുടെ കുട്ടികളാണ് ഇതിലുള്ളവർ പ്രൊമോട്ടർമാർ. അപ്പം ഞങ്ങൾ വേറെ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇനി അത് വരുമോ ഇവർ തട്ടുമോ എന്നറിയില്ല. അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരാൻ പെരക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ആടിനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെങ്കിലും നോക്കാറുണ്ടല്ലോ. അത് കിട്ടിയാൽ കിട്ടി. എനിക്ക് വിശ്വാസമില്ല, ഇവരൊക്കെ വിശ്വാസമൊക്കെ ഇല്ല. ഞാൻ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് സാറ് വന്നപ്പോൾ പറഞ്ഞു നല്ലോണം പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറ് ഇപ്പം തന്നെ കച്ചറ ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ കച്ചറല്ല, നമ്മുടെ കഷ്ടപ്പാടാണ് സാറുമാർക്ക് 3 നില 4 നില കെട്ടിടമുണ്ട്. നമുക്ക് അങ്ങനെയല്ല, റോട്ടിൽ കിടക്കുന്നതാണ്, മിറ്റത്താണ് തീ കൂട്ടിയിട്ട് കിടക്കുന്നത്. ഈ ഓട്ടോണമി എപ്പോഴും സാധ്യമാവുക എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഇൻഫോംഡ് ആയിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ ചെറിയ ഒരു ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഒരു ഏജൻസി അസേർട്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ ട്രൈബൽ കോണ്ടെക്സ്റ്റിൽ അതിന് വലിയ അർത്ഥമുള്ളൊരു ടേമാണ്. ലീഗൽ ഫ്രെയിംവർക്ക് ആവട്ടെ, ചർച്ചകളാവട്ടെ, അല്ലെങ്കിൽ ഇൻഡിജിനസ് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ആവട്ടെ, അതിലൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഞങ്ങൾക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ വേണം എന്നുള്ളതാണ്. അതിനർത്ഥം ഇവിടുത്തെ മോഡേൺ നിയമങ്ങളുമായിട്ട് കണ്ടസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്തരം ചില നെഗോസിയേഷൻസ് നടത്തിയിട്ട് ഇത്തരം ഒരു സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ്റെ. അതിന് ഇത്തരം കേസുകളിൽ കുറച്ചും കൂടി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ വലിയ പ്രശ്നങ്ങൾ അതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് മാറാനേ ഇഷ്ടമില്ലായിരുന്നു. നമ്മൾ ഭർത്താക്കന്മാരെ ഇതുണ്ടാക്കിയത്. ആ പൈസ ഒക്കെ തീർത്തു. ആൾക്കാർ 1 മാസത്തേക്ക് ആ പൈസ ഉണ്ടായിരുന്നില്ല. എന്തായോ ഏതായോ അറിയില്ല. ആ പൈസ ഒക്കെ തീർന്നു, ആൾക്കാരും പോകും.